കണ്ടലിന് നിലവാരം കുറവാണ് അങ്ങനെയാണ് പറയുന്നത്. ഇപ്പൊ കൊണ്ടുവന്ന 5 വയൽക്കാട് വന്നു, അവരും വലിയതായിട്ട് ഓഡിയൻസ് ആണ് പറയുന്നത്. മെജോറിറ്റി ഓഡിയൻസ് രേണുസുധിനെ കൊണ്ടുവന്നത് അല്ല അതിനെന്താ രേണുസുധി അവിടെ ഒന്നും കാണിച്ചില്ല. ആ ഒരുപാട് പേരുടെ പ്ലാറ്റ്ഫോമിന് വിപരീതമായിട്ട് ചെയ്തതല്ലേ. ഒരുപാട് ഇത്രത്തോളം കോടി ജനങ്ങളുടെ രേണുസുധിനെ പോലുള്ള ഒരാളെ കൊന്ന് അവിടെ ഒരു രീതിയിൽ കണ്ടന്റ് കൊടുക്കാത്ത ബിഗ് ബോസ് തന്നെ അവസാനം പുറത്താക്കിയത് ഒരു അല്ല. അപ്പോൾ ഒരു ഓഡിയൻസിലേക്ക് റോബിൻക്ക് എന്താ തോന്നുന്നത്? കാരണം അത് ഇത്ര അധികം പലരും പല രീതിയിലുള്ള ഓഡിഷൻ നടന്നിട്ടാണ് ഈ രീതിയിൽ കണ്ട് ഓരോരുത്തരെ അതിൽ പുള്ളി സെലക്ട് ആവുന്നത്. എന്നിട്ട് ഈ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ വരുമ്പോൾ ഓഡിയൻസിന് നിരാശയാണ് വരുന്നത്. ഈ ഓരോ ഞാൻ പറയട്ടെ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തത് കണ്ടന്റ് അല്ലേ. അപ്പൊ അതിനകത്ത് ഇത്രയും പേരുണ്ടാഞ്ഞിട്ട് രേണുസുധിനെ പറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തതിനെ പറ്റി രേണുസുധിക്ക് പൊതുവെ റീച്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നില്ല. വേറൊരു കണ്ടന്റിനെ പറ്റി ചോദിക്കുന്നില്ല. അല്ല ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ ആയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് രേണുസുധിയുടെ കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. അവിടെ കണ്ടന്റുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ രേണുസുധിയൊക്കെ ആദ്യത്തെ വിഷനിൽ പോകേണ്ട ഒരാളായിരുന്നു. പക്ഷെ രേണുസുധിനെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയത് തന്നെ. അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ടാണ് ഞാൻ എന്ത് പറയണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഇത് റീൽസും പഴയ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഇപ്പൊ റോബിനൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഓരോ കണ്ടസ്റ്റന്റിനായാലും ഓരോ രീതിയിലുള്ളൊരു പ്രയോറിറ്റി കൊടുത്തിട്ടായാലും നല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ എത്രത്തോളം കോണ്ടന്റ് വരുന്നില്ല, അതിനനുസരിച്ച് കണ്ടസ്റ്റന്റ് ഒക്കെ ഒരു വെറുതെ ഒരു കാര്യമില്ലാത്തുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി ചോദിക്കുന്ന ചോദ്യം എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. റോബിൻ അതിന് എന്തുകൊണ്ട് അങ്ങനെ ആയി വരാൻ കാരണം എന്തുകൊണ്ടാണ്? അല്ല പ്രീവിയസ് കണ്ടന്റ് എന്ന നിലയിൽ ഒരു ഇതിന്റെ കറക്റ്റ് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബിഗ് ബോസ് വിന്നേഴ്സ് ആണ് അല്ലെ. അഖിൽ മാരാറിന്റെ അടുത്ത് ചോദിക്കൂ. ഞാനതിൽ ഔട്ടായ ഒരാളാണ്. അഖിൽ മാരാർ അത്ര ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്ര അധികം ഫാൻ ബേസ് ഉണ്ടാക്കിയ ഒരു റോബിനുള്ള ഒരാളാണ്. റോബിന് അതിലൊരാളാണ് കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് റോബിൻ. അപ്പൊ ഈ റോബിൻ പോയത് കാരണം ഓഡിയൻസിന്റെ ഇഷ്ടപ്രകാരമല്ല റോബിൻ പോയത്. കുറച്ച് ബാക്കിലോട്ട് നീങ്ങിക്കേ, സംസാരിക്കല്ലേ ചെയ്യണത്. ഞങ്ങൾ പറയുന്ന അതേ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായമാണ്. കണ്ടന്റ് ഇല്ല, ബിഗ് ബോസ് ഓരോ സീസണും കഴിയുന്നതും നിലവാരം എടാ കണ്ടന്റിൽ അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് സെലക്ട് ചെയ്യുന്നത് അവരുടെ ടീമാണ് സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് പോയി കളിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അവർ കളിക്കാത്തതിന് കണ്ടന്റ് ഇല്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യണം? പറയാം. ഞാൻ ഒരു കാര്യത്തിന് ഇടപെടാതെ എൻ്റെ വഴി കൂടെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ കുഴപ്പമില്ല. ഇപ്പത്തെ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കല്ലേ, റോബിനെ സംബന്ധിച്ച് ഫുള്ള് കാണുന്നില്ല, കാര്യങ്ങളെ കാണുന്നുണ്ട്. ആരുടെ ഗെയിം ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്? ഈ പ്രാവശ്യം ലാലേട്ടൻ കിടിലായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. റോബിന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മി കയറിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിന് വിഷയം കേട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കളിക്കട്ടെ, ഇപ്പൊ കയറിയതല്ലേ ഉള്ളൂ, 1 വീക്ക് ആയതല്ലേ ഉള്ളൂ. കേരളയിലെ ഏറ്റവും വേസ്റ്റ് വൈൽഡ് കാർഡ് എന്നാ പറയുന്നത്. എന്റെ പൊന്നു ബ്രോ, ഒരു മനുഷ്യനും വേസ്റ്റ് അല്ല. ഏത് ഞാൻ പറയട്ടെ, ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളിൽ സെലക്ടഡ് ആയിട്ട് 10-17 പേരിൽ ഒരാളല്ലേ. അപ്പൊ അവരെങ്ങനെ വേസ്റ്റ് ആവുന്നത്? ഒരുപാട് പേരില്ലേ തെരഞ്ഞെടുത്ത് കയറ്റിയാൽ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ് എന്നുള്ള രീതിയിൽ അതിന്റെ അകത്തുള്ള ഓഡിയൻസ് തന്നെ കണ്ടസ്റ്റൻസ് തന്നെ പറയുകയാണെങ്കിൽ എന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. ഞാൻ ഇതിലൊരു കണ്ടസ്റ്റന്റ് മാത്രമല്ലായിരുന്നു, എന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. സുഹൃത്താന്നുള്ള രീതിയിൽ അല്ല, പുള്ളിക്കാരി ഇത് രീതിയിൽ നിൽക്കുന്നുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ. പുള്ളിക്കാരി കളിച്ചാൽ പുള്ളിക്കാരിക്ക് നല്ലതാണ്, അത്രേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് പറയാനാ അതിന്? റോബിൻ, നിങ്ങൾ എന്ത് ടിപ്പാണ് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ടാണല്ലോ ദേവലക്ഷ്മി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം എൻ്റെ ഒരു ഇത് അനുസരിച്ചാണെങ്കിൽ ഇപ്പം ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടാണ് അവർ കളിക്കുന്നത്, കോമ്പറ്റ് ചെയ്യുന്നത്. അതെ. അതിന് പകരം പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് ഏത് കണ്ടന്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് കളിക്കുക. അങ്ങനെ കളിച്ചത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതിന് പകരം കുറച്ച് പ്രേക്ഷകരെയും കൂടെ കൺസിഡർ ചെയ്യുക. കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രേക്ഷകരാണ്, കണ്ടസ്റ്റൻസ് അല്ല, അല്ലേ? അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് അവരുടെ പൾസ് അനുസരിച്ച് അവരുടെ ഇഷ്ടം അനിഷ്ടങ്ങളെ നോക്കി കണ്ട് കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരുമായിട്ട് കണക്ട് ആവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റും പ്രേക്ഷകരായിട്ട് കണക്ട് ആവുന്നത്. റോബിൻ ചേട്ടന് ശേഷം വന്ന പലരും റോബിൻ ചേട്ടനെ അനുകരിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു എന്നെ മാത്രമല്ല പലരും ചെയ്യുന്നുണ്ട്. അനുമോളുടെ എപ്പോഴും ഈ കരച്ചിലൊക്കെ ഒരു നാടകമായിട്ട് തോന്നുന്നുണ്ടോ റോബിന്? എനിക്ക് അറിഞ്ഞൂടോ, ഞാൻ അതിൽ വേറെ ഒന്നും കണ്ടില്ല. ഇപ്പൊ കരയുന്ന നാടകമാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടോ. അവര് കരയുന്നു അല്ല, എന്നും എപ്പോഴും കരച്ചിലാണ്. കരയുന്ന ഒരു നാടകമാണോ? റോബിൻ ദേഷ്യപ്പെട്ട് ഇവിടെ കളിയാക്കി ഒരുപാട് പേരുണ്ട്. അത് റോബിന് അന്ന് പറഞ്ഞത് അത് റോബിന്റെ ഇമോഷണലാന്ന് പറഞ്ഞത്. അപ്പൊ അതാ ചോദിക്കുന്നത്. ചിലപ്പോൾ അനുമോളിന് കരയാൻ തോന്നുന്നവർ കരയും, ഇനി കരയാൻ തോന്നില്ലെങ്കിൽ കരയുന്നില്ല. ഇപ്പൊ കരഞ്ഞാണ് ഓരോ ആൾക്കാർ സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്നിട്ട് എന്തോ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും അതിനകത്ത് ചെന്ന് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? എപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ലല്ലോ. അവരോ പറയുന്നിട്ട് കണ്ണുപോലും നിറഞ്ഞില്ല. എന്തിനാ കണ്ടുവരുന്നത്?
ഇപ്പോൾ എല്ലാ ആളും എപ്പോഴും ഇപ്പോൾ ഇനിഷ്യലി അവിടെ ചെല്ലുമ്പം ഈ പുതിയ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ വെച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരും, സങ്കടം വരും. അത് കഴിഞ്ഞ് ഓരോരുത്തർ ഫേസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ലാലേട്ടനെ പോലെ ഒരാൾ അത്രയും വന്ന് പറഞ്ഞിട്ടും ആ കുട്ടി അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിൽ മാത്രം എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ തന്നെ സപ്പോർട്ട്, ഞാൻ ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്, ദേവലക്ഷ്മിയെ താങ്കൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ താങ്കൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ അതിനകത്ത് കയറി പുള്ളിക്കാരി കളിക്കട്ടെ, ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പുള്ളിക്കാരിയുടെ രീതിയിൽ പുള്ളിക്കാരി കളിക്കട്ടെ, ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മറ്റു സീസൺ വെച്ച് ഈ സീസൺ ഭയങ്കര കഷ്ടപ്പാടാണ്. ഏതിന്റെ പണി ഇതാണ് എനിക്ക് കഷ്ടപ്പാട് നിങ്ങളെ ചോദിക്കുന്നത്. എനിക്ക് അറിഞ്ഞോടേ, ഞാൻ പറയട്ടെ, ഞാൻ അതിനകത്ത് ബിഗ് ബോസ് കളിക്കുമ്പോൾ 24 മണിക്കൂർ ഞാൻ ആ ഗെയിമിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ കാണുന്നില്ല, ഞാൻ കാണുന്ന റീൽസും ഈ പറഞ്ഞ കണക്ക് ഓരോരുത്തർ അഭിപ്രായം പറയുന്ന വീഡിയോസും ട്രോൾസൊക്കെ, ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യാം? ഓരോ സീസൺ വരുമ്പോഴും എപ്പോഴും കമ്പാരിസൺ ചെയ്യുന്നത് വെച്ചാൽ റോബിനോളം നല്ലൊരു കണ്ടസ്റ്റന്റ് വന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കമ്പാരിസൺ നടത്തുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കളാണ് ഇപ്പോൾ 7 സീസണായി മലയാളത്തിൽ തന്നെ, മലയാളത്തിൽ ഓരോ സീസൺ വരുമ്പോഴത്തേനും റോബിനോളം നല്ലൊരു കണ്ടസ്റ്റന്റ് വന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിലെ വെറും ഒരു സാധാരണ കണ്ടസ്റ്റന്റ് മാത്രം, എന്നെക്കാട്ടിയും കളിക്കുന്ന ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഞാനാണ് വലിയ കണ്ടസ്റ്റൻ്റ് എന്നോ അല്ലെങ്കിൽ ഞാനാണ് എൻ്റെ സീസണാണെന്ന് ഭയങ്കര വലുതൊന്നും പറയുന്നില്ല. എല്ലാ സീസണും യൂണീക്കാണ്, എല്ലാ കണ്ടസ്റ്റൻസും നല്ലത് തന്നെയാണ്. ഉണ്ടാക്കിയ ഓളം വേറെ ആർക്കും ഇതുവരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായി. ഇനിയിപ്പോൾ അതിന് അല്ല സങ്കടമില്ല, അതിനെ കുറിച്ചാണ് റോബിൻ പറയുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് ഓളം ക്രിയേറ്റ് ചെയ്യുന്നത്. ജനങ്ങളെ ഇഷ്ടപ്പെടുത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് പകരം പ്രേക്ഷകരെയും കൂടെ മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് അവരുടെ ഇഷ്ടവും കൂടെ മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ കണക്ട് ആവും. അത്ര അതേപോലെ തന്നെ അനുമോള് അനുമോളില്ലേ പ്രേക്ഷകർക്ക് വിപരീതമായിട്ടാണ് കളിക്കുന്നത്. അനുമോള് പ്രേക്ഷകർക്കില്ലേ വിപരീതമായിട്ടാണ് കളിക്കുന്നത്. അതായത് ഇപ്പൊ അനുമോൾ പ്രേക്ഷകർക്ക് വിപരീതമായിട്ടാണ് കളിക്കുന്നത് പറയുന്നത്. ആ കൊച്ചു കളിക്കട്ടെ, ഓക്കെ കളിക്കട്ടെ. ശരി, ഓൾ ദി ബെസ്റ്റ്. അതിപ്പോ എന്നെ ഇമിറ്റേറ്റ് ചെയ്താണെന്ന് എനിക്കറിയാം. റോബിനെ ഇപ്രാവശ്യത്തെ കോമണർ അനീഷ് എങ്ങനെയുണ്ട് ഗെയിം? അതിൽ കോമഡർ കളിക്കട്ടെ, നന്നായി കളിക്കട്ടെ. അല്ല, എങ്ങനെയുണ്ട് ഗെയിം? എങ്ങനെയുണ്ട് അത് കോമഡർ എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ആര് കപ്പെടുക്കുന്ന റോബിന്റെ ഒരു അതിലെ വിന്നർ കപ്പ് എടുക്കും. 50 ദിവസം ആയില്ലല്ലോ, 50 ദിവസം പറയും. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പൊ അനുമോള് എന്നാണ് ആര്യൻ, പിന്നെ അതുപോലെ തന്നെ ജിസയിൽ എന്നാണ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിലിപ്പോ ഇഷ്യൂ ഞാൻ കണ്ടില്ല. കിസ് ചെയ്യുന്ന ഇഷ്യൂ അനുമോളാണ് പറഞ്ഞത്. പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ലാലേട്ടൻ പോലും കണ്ടിട്ടില്ല അത്. എപ്പിസോഡ് നോക്കിയിട്ട് ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കുറച്ച് അടുത്തിലായിരുന്നു. ഞങ്ങൾ ബാക്കിലുണ്ട്. ഉള്ള കണ്ടസ്റ്റൻസ് എല്ലാരും കളിക്കട്ടെ. അനുമോളാണെങ്കിലും അനീഷ് ആണെങ്കിലും ഈ പറഞ്ഞ ഗിസയിലാണെങ്കിലും എല്ലാരും കളിക്കട്ടെ. അതിൽ ആർക്കാണ് പ്രേക്ഷക പിന്തുണ കൂടുതൽ അവർ ജയിക്കും. അവര് കപ്പ് മേടിച്ചുകൊണ്ടുപോയി അവർക്ക് നല്ല, നിങ്ങൾക്ക് ആർക്കും നല്ലതല്ല. ഈ അനുമോളെ അവിടെയുള്ള ബാക്കിയുള്ള ആളുകള് അനുമോളാണ് നന്നായി കളിക്കുന്നത്. അനുമോളാണ് ഏറ്റവും മോശമായിട്ട് കളിക്കുന്നതാണ് പ്രേക്ഷകർ പറയുന്നത്. എനിക്കറിയത്തില്ല, കുഴപ്പമില്ല. അനുമോളെ ബാക്കിയുള്ള ആമ്പിള്ളേരാരും നോക്കാത്തതുകൊണ്ടാണ് അനുമോളിലേക്ക് ഇത്ര കുരു കൂട്ടുന്നത്. അനുമോൾ ലവ് സ്ട്രാറ്റജി ഒക്കെ നടത്തി, പക്ഷെ അതൊക്കെ പാളിപ്പോയി. പിന്നെ വേറെ നടത്തി. നിങ്ങൾ ബിഗ് ബോസിന്റെ വിന്നേഴ്സിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ അതിലൊരു കണ്ടസ്റ്റന്റ്. ഓക്കെ പിന്നെ സപ്പോർട്ട് ഇറക്കാം. എന്റെ സപ്പോർട്ട് നിനക്കാട്ടോ. ബൈ. കഴിച്ചോ? നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? കഴിയട്ടോ. ഓക്കെ ബൈ. ഓക്കെ.